രാധിക ഇവിടെ എന്താ ചെയ്യുന്നേ? ആഹാ, ഇത് ഒത്തിരി കറികളുണ്ടല്ലോ. ഏയ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇത് നിങ്ങൾ വരുമല്ലേ, കുറേ കാലത്തിന് കൂടി ശേഷമല്ലേ നാട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ബാക്കി രുചിയായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ഞങ്ങൾ വരുവാണെന്ന് പറഞ്ഞ് എന്തിനാ നീ ഇത്രയും കറികളൊക്കെ ഉണ്ടാക്കാൻ പോയത്? ഈശ്വര, ഇത് ഇത്രയും ഉണ്ടാക്കാൻ തന്നെ എത്രമാത്രം സമയം എടുത്തിട്ടുണ്ടാവും നീ? ഓ എൻ്റെ സംഗീതേച്ചി, അത്രയൊന്നും സമയം എടുത്തിട്ടില്ല. ചേച്ചി ഒരു കാര്യം ചെയ്, മഹേട്ടനെയും പിള്ളേരെയൊക്കെ വിളിക്കുക, നമുക്ക് ഭക്ഷണം കഴിക്കാം. രാധികയുടെ പാചകത്തെക്കുറിച്ചാണ് സംഗീത ചോദിച്ചതെങ്കിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. നിങ്ങൾ വരുവാണെന്നും പറഞ്ഞ് എനിക്കിവള് സമാധാനം തന്നിട്ടില്ല. നിങ്ങൾക്ക് എന്തൊക്കെയാ ഇഷ്ടം, നിങ്ങൾ എന്തൊക്കെ കഴിക്കും എന്നൊക്കെ ചോദിച്ച് ഇവൾ എൻ്റെ പുറകെ നടക്കുമായിരുന്നു. നിങ്ങൾ എത്തുന്നത് വരെ ഇവൾക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ മാധവേട്ട. എത്ര കാലം കൂടിയിട്ടാ സംഗീതേച്ചിയും മഹേട്ടനും പിള്ളേരും ഒക്കെ എങ്ങോട്ടെത്തുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ ആകാംക്ഷ എന്തായാലും ഉണ്ടാകാതിരിക്കില്ല. ആ ഒരു വെപ്രാളത്തിനിടയിൽ ഞാൻ മഹേട്ടൻ്റെ പുറകെ നടന്നു എന്നുള്ളത് സത്യം തന്നെയാ എന്ന് കരുതി എന്നെ ഇങ്ങനെ കളിയാക്കാൻ പാടില്ല കേട്ടോ. എന്താടാ മാധവ നീ എന്റെ പെങ്ങളെ കളിയാക്കുന്നത്? ഒന്നുമില്ലെങ്കിലും അവൾ ഞങ്ങൾ വരുവാണെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കുന്നതല്ലേ. എത്ര കാലമായി നാട്ടിലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്? ആ അതെ, അങ്ങനെ ചോദിക്കും മഹിയേട്ടാ. ഓ, മിസ്റ്റർ മഹേശ്വർ പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് നല്ല ഭക്ഷണമൊന്നും ഉണ്ടാക്കി തരാറില്ല എന്നാണല്ലേ? ഹാ, താൻ അങ്ങനെ പിണങ്ങല്ലേ സംഗീത. ഞാനങ്ങനെ പറയുന്നത് തനിക്ക് തോന്നുന്നുണ്ടോ? താൻ ഉണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തനിക്ക് അറിയില്ലേ? ഓവ്, എന്നോട് ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. ആ, തുടങ്ങി രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ല് കൂടാൻ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മാറ്റവും ഇല്ല. ഈ തമ്മിത്തല്ല് കൂടലൊക്കെ ഒന്ന് നിർത്തിയിട്ട് ആ പിള്ളേരെ വിളിക്കുക, നമുക്ക് ഭക്ഷണം കഴിക്കാം. പിള്ളേർ വിശന്നിരിപ്പുണ്ടാവും. രാധമ്മ ആ പറഞ്ഞത് കാര്യമാണ്. നല്ല വിശപ്പുണ്ട്. വിശന്നിട്ടാണെങ്കിൽ കൊടല് കരിയുക. അല്ല, രാമൻ മാത്രമേ ഫുഡ് കഴിക്കാൻ വന്നോളൂ, ലക്ഷ്മണനെ താഴേക്കൊന്നും കണ്ടില്ല. അല്ലയോ മാതാശ്രീ, ലക്ഷ്മണൻ ഇതുവരെയും സ്നാനം കഴിഞ്ഞ് എത്തിയിട്ടില്ല. എത്തിയാലുടൻ തന്നെ ഫുഡ് കഴിക്കാൻ താഴേക്ക് വരുന്നതായിരിക്കും. രാധിക മാധവ്, വിശക്കുന്നു, ഫുഡ് എടുക്ക്, വിശക്കണു. ആ വന്നല്ലോ രാമായണ കഥയിലെ ഹിഡുംബി. എൻ്റെ പൊന്നു രാധമേ, വല്ല ഉണ്ടെങ്കിൽ അവളുടെ വായിക്കാത്തോട് തിരികെ കൊടുക്ക്, അല്ലെ ചെവി തലയൊക്കെ സമ്മതിക്കത്തില്ല. എക്സ്ക്യൂസ് മീ ബ്രദർ, ഹൂ ഈസ് ഹിഡുംബി? എനിക്ക് വലിയ പിടുത്തമല്ല. ആരത്? ആ ബെസ്റ്റ്. ഞാനിതാരോടായി പറയുന്നേ? നിന്റെ പുതിയ നിക്നെയിമാ ഹിഡുംബീന്ന്. അത് ഹിഡുംബീന്നായിരിക്കില്ല, പൂതനേന്നായിരിക്കും. ആരെവിടെ? ആഹാ, ലക്ഷ്മണൻ എത്തിയല്ലോ. ഇയാളെ ഞാനിന്ന് ലക്ഷ്മണൻ പോലും ലക്ഷ്മണനല്ല, രാവണനാ. 10 തലയും അതിനൊത്ത് കുരുട്ട് ബുദ്ധിയുള്ള തനി രാവണൻ. അതെടി, ഞാൻ രാവണൻ തന്നെയാ. രാവണൻ മാത്രല്ല, നിന്റെ കാലനും കൂടിയ ഞാൻ. മിസ്റ്റർ കാലൻ, കൂടുതൽ കളിക്കാൻ വന്നാലേ വാലും ചുരുട്ടിക്കൊണ്ട് ഓടേണ്ടി വരും. ആ, നമുക്ക് കാണാം ആരാ വാലും ചുരുട്ടി പോകുന്നേന്ന്. ആ, കാണാം നമുക്ക്. ഓ എൻ്റെ പിള്ളേരെ ഒന്ന് മതിയാക്ക്, ഭക്ഷണം കഴിക്കാനാണ് ഇരിക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോ നിങ്ങൾക്ക്? തനിക്ക് ഞാൻ വച്ചിട്ടുണ്ടോ കോലമടാ. അല്ല രാധികയെ, അഞ്ചുമോൾ എവിടെ? മോളെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. മോള് ഹോസ്പിറ്റലിൽ നിന്ന് വന്നില്ലേ? സംഗീതേച്ചി, അവൾ ഹോസ്പിറ്റലിൽ നിന്ന് വരികയൊക്കെ ചെയ്തു. അവൾക്കിപ്പോൾ വിശപ്പില്ല, നല്ല തലവേദനയാണെന്നും പറഞ്ഞ് കിടക്കുക. ഞാനാണെ പിന്നെ ശല്യം ചെയ്യാനും പോയില്ല. ഓ, എന്നാ പിന്നെ മോൾ കിടന്നോട്ടെ, ബാക്കി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കേ. രാധമ്മേ, എനിക്കിപ്പോ ഭക്ഷണം വിളമ്പണ്ട. ഞാനിപ്പോഴാ ഓർത്തത്, എനിക്ക് അർജന്റായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ്. ഞാനിപ്പോൾ വരാം. അല്ലേലും എപ്പോഴുള്ള പറച്ചിലായത്. ഭക്ഷണം എടുത്ത് മുന്നേ വെക്കുമ്പോൾ അപ്പം തുടങ്ങും അവന് ഇതുവരെ ഇല്ലാത്തൊരു മീറ്റിംഗ്. അമ്മ അർജന്റ് ആയണ്ടല്ലേ അമ്മ, പ്ലീസ്. ശരി, പോയിട്ട് വാ. അഞ്ജു, ഡോറ് തുറക്ക്. എടി, നിന്നോടാ പറയുന്നേ ഡോറ് തുറക്കാൻ. ഡോർ ലോക്ക്ഡ് അല്ല, അകത്തേക്ക് കയറി വാ. അഞ്ജു, നീ എന്താ ഫുഡ് കഴിക്കാൻ വരാത്തെ? എനിക്ക് വിശപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ താഴേക്ക് ഭക്ഷണം കഴിക്കാൻ വരാത്തത്. ഇതറിയാനാണോ സാരംഗേട്ടൻ ഇപ്പം ഇങ്ങോട്ട് വന്നത്? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. നിന്റെ വിശപ്പില്ലായ്മയുടെയും നിന്റെ തലവേദനയുടെയൊക്കെ കാരണം
ഞാനാണോ? ആണെങ്കിൽ ആണെങ്കിൽ എന്ന് വെച്ചാ നീ തെളിച്ച് പറയേ, എന്താ കാരണമെന്ന്. എന്നാലല്ലേ എനിക്ക് മനസ്സിലാകുള്ളൂ. സാരംഗേട്ടന് ഇപ്പൊ കാരണം അറിയണം, അത്രയല്ലേ ഉള്ളൂ. അതറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് പോകുമല്ലോ അല്ലേ? ഒന്നാമത്തെ കാരണം, എന്നോട് പറയാതെ സാരംഗേട്ടൻ നാട്ടിലോട്ട് വന്നു. അത് മാത്രല്ല, എന്റെ നാട്ടില് എന്റെ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ അറിയാതെ ജോയിൻ ചെയ്തു. അതും പോട്ടെ എന്ന് വെക്കാം, ഡ്യൂട്ടി ടൈമിൽ കുറച്ച് ഡോക്ടേഴ്സിന്റെയും അതുപോലെ കുറച്ച് നേഴ്സിന്റെയും സംസാരം മൊത്തം നിങ്ങളെ പറ്റിയായിരുന്നു. അത് മാത്രല്ല, ഇതൊക്കെ പോരാഞ്ഞിട്ട് ആ അനുരാധ ഡോക്ടറോട് കൊഞ്ചി കുഴഞ്ഞ് ചിരിച്ചോണ്ട് സംസാരിക്കുന്നതും കൂടെ കണ്ടപ്പോ എനിക്ക് വന്ന ദേഷ്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. ഓ എൻ്റെ പൊന്നഞ്ചു, ഈ കാര്യം പറഞ്ഞ് നീ എന്നോട് വെറുതെ പിണങ്ങല്ലേ. നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാ ഞാൻ നിന്നോടിത് പറയാതിരുന്നത്. നിന്റെ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സെറ്റ് ചെയ്തിരുന്നു. പിന്നെ നിന്നെ കൂടെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതിയിട്ടാ വന്ന അന്ന് തന്നെ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തത്. പക്ഷെ അത് ഇങ്ങനത്തെ വള്ളിക്കെട്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ ആ അനുരാധ ഡോക്ടറുടെ കാര്യം, അവരെന്നോട് ഏതാണ്ടൊക്കെ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിന് മറുപടി കൊടുത്തുന്നേ ഉള്ളൂ. അതൊരു ക്യാഷ്വൽ ടോക്കാണ്, അല്ലാതെ മറ്റൊന്നും അല്ല. ഓ, നിങ്ങൾക്ക് എന്തിനേതിനും എന്നോട് പറയാൻ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാകും. പണ്ടേ അങ്ങനെ തന്നെയാണല്ലോ. എൻ്റെ പൊന്നഞ്ചു അല്ലേ, എന്തിനാടി നീ എന്നോട് പിണങ്ങുന്നത്? എത്ര നാൾ കൂടിയിട്ടാ നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നീ ഇങ്ങനെ പിണക്കം ഭാവിച്ച് നടന്നാൽ എങ്ങനെ ശരിയാവും? ഞാൻ ഇവിടെ ആരോടും പിണങ്ങിയിട്ടൊന്നുമില്ല. എന്നാ സാരംഗേട്ടന് ഒരു ഉമ്മ തന്നെ. അയ്യടാ, അതിന് വെച്ച വെള്ളമേ അങ്ങ് മാറ്റി വെച്ചേക്ക്. ഇതുപോലെ എന്തെങ്കിലും ഉടായ്പും കൊണ്ടായിരിക്കും കോഴിക്കുഞ്ഞ് എന്റെ റൂമിലോട്ട് കയറി വന്നെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായതാ. അതെന്താടി അങ്ങനൊരു ടോക്ക്? എത്ര നാളായി നീ എനിക്കൊരു ഉമ്മ വന്നിട്ട്? അടി പോവല്ലേടി, നിക്കടി. നിന്ന് കൊഞ്ചാതെ താഴെ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ പോവാ. എടി അഞ്ചു, ഡി പോവല്ലേ. ഓ പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഇനി താഴോട്ട് പോയി ഭക്ഷണം കഴിക്കാം, അതേ ഉള്ളൊരു വഴി. അല്ല അഞ്ജു, നിനക്ക് തലവേദനിക്കുക, ഭക്ഷണം ഇപ്പം വേണ്ട, വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ മോളെ നീ കിടന്നത്? പിന്നെ എന്തു പറ്റി? അതമ്മേ, എനിക്കിപ്പോൾ തലവേദന കുറവുണ്ട്, അപ്പൊ പിന്നെ ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു. അല്ലടാ മോനെ, നിന്റെ കോൺഫറൻസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു? ഓ, ഈ തന്തയെ കൊണ്ട് അടി കൂടെ പാര വെച്ചുകൊണ്ടിരിക്കുക. ആ അച്ഛാ, കഴിഞ്ഞു. സംസാരിച്ചുകൊണ്ട് നിൽക്കാതെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കേ. അയ്യോ, ഞാൻ സാമ്പാർ എടുക്കാൻ മറന്നുപോയല്ലോ. അച്ഛമോളെ, അമ്മ കിച്ചണിൽ സാമ്പാർ അടച്ചു വെച്ചിട്ടുണ്ട്, മോള് അതങ്ങ് എടുത്തിട്ട് വന്നേ. സാമ്പാറോ? സാമ്പാർ വെച്ചോ രാധമ്മ? എനിക്ക് സാമ്പാർ എത്ര ഇഷ്ടമാണെന്നറിയോ? എത്ര നാളായി സാമ്പാറും കൂടി ചോറ് കഴിച്ചിട്ട്. നിനക്കിഷ്ടമാണെന്ന് അറിയാന്നുള്ളത് കൊണ്ട് തന്നെയാ ഞാൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കിയത്. പണ്ട് സാമ്പാറും കൂട്ടി നീ ഒത്തിരി ചോറ് കഴിക്കുമായിരുന്നു. സാമ്പാറുണ്ടെ പിന്നെ വേറെ ഒരു കറിയും നിനക്ക് വേണ്ട ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ. ശരിക്കും എനിക്ക് ഇഷ്ടമാണെന്നറിഞ്ഞ് സാമ്പാർ ഉണ്ടാക്കിയതാണോ? വാവ്, രാധമ്മയുടെ കൈപ്പുണ്യം ഇന്ന് തന്നെ അറിയാം. ഓ, ഈ കൊരങ്ങൻ പ്രൊഫസറിന് വേണ്ടി ഉണ്ടാക്കിയതാണല്ലേ സാമ്പാർ? ഇപ്പം ശരിയാക്കി തരാം. നിങ്ങളെ ഞാൻ സാമ്പാറും കൂട്ടി നന്നായിട്ട് ഉണ്ണിക്കാം കേട്ടോ. ആഹാ, അതിന് മണം മൂക്കിലോട്ട് ഇങ്ങനെ തുളച്ചു കയറുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് സാമ്പാർ എത്ര മാത്രം അടിപൊളിയായിരിക്കും. നല്ല മണമായിരിക്കും. അത് മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട്. പാവം പ്രൊഫസർ ഇതൊന്നും അറിയാതെയാണല്ലോ ഈ സാമ്പാർ കഴിക്കാൻ പോകുന്നത്. അവസാനം വരെ ഈ പറഞ്ഞതൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. മോന് മതിയാകുന്നത് വരെ കഴിക്കുക. എന്റെ അമ്മേ, എന്റെ വായൊക്കെ എരിയുന്നു. അയ്യോ, ഇത് എന്ത് എരിവാ, വല്ലാത്ത സ്പൈസി. ഈശ്വരാ, എന്റെ വയറിപ്പോ കത്തിപ്പോകും. പാവൻ രാധമ്മ, ഇത് ഭയങ്കര എരിവാന്ന് പറഞ്ഞ ആ പാവത്തിന് വിഷമാവും. പക്ഷെ എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോ. മോനെ, സാമ്പാർ എങ്ങനെയുണ്ട്? മോന് ഇഷ്ടായോ? രാധമ്മേ, സാമ്പാർ നന്നായിട്ടുണ്ട്. എനിക്ക് മതി. വയറിന് എന്താന്നറിയില്ല,
ഒരു സുഖമില്ലായ്മ. എനിക്ക് മതി. അയ്യോ, എന്തു പറ്റി മോനെ? എന്താ എന്താ പറ്റിയേ? എൻ്റെ രാധികെ, അവൻ പറയുന്നത് കേട്ട് നീ ടെൻഷനാകണ്ട. അവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ. എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കും. എപ്പോഴും കുറച്ചേ ഭക്ഷണം കഴിക്കാറുള്ളൂ. ഇതുപോലെ ഓരോ കാരണങ്ങൾ എന്നോടും പറയാറുള്ളതാ. അതുകൊണ്ട് അത് വലിയ കാര്യമാക്കാൻ നിൽക്കണ്ട നീ. എന്നാലും കുഞ്ഞൊരുപാട് ആഗ്രഹിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരുന്നതല്ലേ, അതാ ഞാൻ ചോദിച്ചത്. കുഞ്ഞിന് എന്തെങ്കിലും വയ്യായിക ഉണ്ടോയെന്ന് അറിയില്ലല്ലോ. എൻ്റെ രാധികയെ, നീ അത് വിട്ടേക്ക്. അവൻ അങ്ങനെ തന്നെയാ. എപ്പോഴും ഇതുപോലെ ഓരോ കാരണങ്ങൾ എന്നോട് പറയുന്നല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ അതാ കളഞ്ഞിട്ട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. ആ മാധവ, ഇപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം ഞാൻ അങ്ങോട്ട് പറയാലോ. കുട്ടികളെ ഇങ്ങനെ വിടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സാരംഗിൻ്റെയും അഞ്ജലിമോളുടെയും കാര്യമാണ്. എത്ര നാളായി ഇവരുടെ വിവാഹ നിശ്ചയം ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ടിരിക്കുന്നു. ആ അത് ശരിയാ. ഇവരുടെ കാര്യം ഇങ്ങനെ നീട്ടി കൊണ്ടുപോയാലൊന്നും ശരിയാകത്തില്ല. പിള്ളേർക്ക് വയസ്സങ്ങ് റോക്കറ്റ് വിട്ട പോലെയാ പോകുന്നേ. പിന്നെ ഈ വിവാഹ നിശ്ചയമൊന്നും ഇപ്പം നടത്താൻ നിൽക്കണ്ട. നമുക്ക് ഡയറക്റ്റായിട്ട് മാരേജിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അതല്ലേ നല്ലത്. എന്താ മഹിയുടെ അഭിപ്രായം? എനിക്ക് പ്രത്യേകിച്ച് ഒരു എതിരഭിപ്രായവും ഇല്ല. മാധവൻ പറഞ്ഞത് തന്നെയാ ശരി. ഇനി ഈ വിവാഹ നിശ്ചയമൊക്കെ നടത്തി വെറുതെ സമയം കളയുന്നതിനെക്കാട്ടിലും നല്ലത് കല്യാണം അങ്ങ് നേരിട്ട് നടത്തുന്നത് തന്നെയാണ്. എന്തായാലും അടുത്ത ദിവസം തന്നെ നമുക്ക് ജ്യോത്സ്യരെ പോയി കണ്ട് ഇവരുടെ നക്ഷത്രമൊക്കെ വെച്ചൊന്ന് നോക്കിയിട്ട് സമയം കുറിക്കുന്നതാവും നല്ലത്. കല്യാണക്കാര്യം പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തുള്ള ആ പ്രസരിപ്പൊന്ന് നോക്കി എല്ലാവരും. ഒന്ന് പോ അമ്മ, അങ്ങനെയൊന്നുമില്ല. അത് കണ്ടാലും പറയും. ഞങ്ങളും ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. ഞാൻ പോവാ. ഞാൻ ഇനി ഇവിടെ ഇരിക്കുന്നില്ല. ഞാൻ ഇനി ഇവിടെ ഇരുന്നാലേ എന്നെ കളിയാക്കി കൊല്ലും എല്ലാവരും കൂടെ. അതുകൊണ്ടേ ഞാൻ പോവാ. എനിക്ക് വേറെ ജോലിയുണ്ട്. എൻ്റെ അമ്മേ, എന്തൊരിവായത്! ഓ, സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര. അച്ചോടാ, പ്രൊഫസറിന് എരിവ് തോന്നുന്നുണ്ടോ? സാരമില്ല കേട്ടോ. ഞാനേ സാമ്പാർ എടുക്കാൻ പോയപ്പോൾ സാമ്പാറിൽ എരിവ് കുറവുള്ളതുപോലെ തോന്നി. അതുകൊണ്ട് ഞാനൊരു 7 സ്പൂൺ മുളക് പൊടി അതിൽ ചേർത്തായിരുന്നു. അതായിരിക്കും എരിവ് കൂടിപ്പോയെ. സോറി കേട്ടോ. എടി ഭദ്രാളി, നീയാണല്ലേ ഇപ്പൊ മനഃപൂർവ്വം സാമ്പാറിൽ എരിവ് കൂട്ടിയിട്ടത്. എരിഞ്ഞിട്ടാണെങ്കിൽ നിക്കാൻ പറ്റുന്നില്ല. അതെ, ഞാൻ തന്നെയാ തനിക്കിട്ട് പണിഞ്ഞത്. താൻ എനിക്കിട്ട് കുറെ പണിഞ്ഞല്ലേ, അപ്പൊ തനിക്കും ഇരിക്കട്ടെ. നിനക്കേ ഇതിനുള്ളത് ഞാൻ തന്നോളാം. എന്തായാലും നീയായിട്ട് എനിക്ക് എരിവുണ്ടാക്കിയുള്ള സാമ്പാർ തന്നതല്ലേ, കുറച്ച് നീയും കൂടെ അനുഭവിക്കുക. വാ, എന്റെ എരിവ് തണുപ്പിക്കേണ്ടതേ നിന്റെ മാത്രം ജോലിയാ. വാടി വാ. ആഹാ, എങ്ങോട്ട് വരാൻ? താനെന്തിനാ ഈ തള്ളിക്കേറി എൻ്റെ അടുത്തോട്ട് വരുന്നത്? മാറി നിൽക്കടോ പ്രൊഫസറെ. നിനക്ക് മനസ്സിലായില്ലേ? നിനക്ക് ഞാനേ ഇപ്പൊ മനസ്സിലാക്കി തരാവേ. ഒരു മിനിറ്റ്. എന്ത് മനസ്സിലായില്ലേന്ന്? തനിക്കത് കിട്ടിയെങ്കിലേ തൻ്റെ കയ്യിലിരിപ്പുണ്ട. ദേ, എൻ്റെ അടുത്തോട്ട് എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉച്ച വെച്ച് ആളെ കൂട്ടും, പറഞ്ഞേക്കാം. ഒച്ച വെക്കണേ, നീ നന്നായിട്ട് ഒച്ച വെക്കി. സംഗീ, ഞാൻ വന്ന സമയം ശരിയല്ലെന്ന് തോന്നുന്നു. യു ഗൈസ് ആർ കണ്ടിന്യൂ. അയ്യോ ഏട്ടാ, ഏട്ടാ കരുതുന്ന പോലെന്നല്ല. അത് പിന്നെ ഏയ് ഞാനൊന്നും കരുതിയിട്ടില്ല. ഇറ്റ്സ് ഓക്കെ, ഞാൻ പോവാ. അങ്ങോട്ടല്ലല്ലോ, ഇങ്ങോട്ടല്ലേ? അപ്പൊ ശരി. ഓ ഷിറ്റ്, ഏട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചെന്നാ തോന്നേ. എങ്ങനെ നിങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കും? താൻ അങ്ങനത്തെ പണിയല്ലേ കാണിച്ചത്? വൃത്തികെട്ടവൻ. വൃത്തികെട്ടവൻ നിന്റെ മറ്റവൻ. എല്ലാത്തിനും കാരണം നീയാ. അവളുടെ ഒരു എരിവുള്ള സാമ്പാർ ഒരു കണ്ണു മുന്നിൽ പൊടി. അല്ലേലും ഞാൻ തന്റെ റൂമിൽ നിൽക്കാൻ വന്നൊന്നുമല്ല. താൻ ആരോട് ചോദിച്ചിട്ടാടോ എന്നെ ഉമ്മ വെച്ചേ? എന്റെ ഫസ്റ്റ് കേസാ പോയത്. ഓ, ഞാനിവിടെ കാണുന്നവരെല്ലാരും ഉമ്മോച്ചോട് നടക്കുവാണല്ലോ. എന്റേതും ഫസ്റ്റ് കേസ് തന്നെയാ. അതിനെ ഒരു കോവർ കഴുതയ്ക്ക് കൊടുക്കേണ്ടി വന്നല്ലോ നോക്കുമ്പോഴാ എന്റെ തലവിരി. കോവർ കഴുത തന്റെ മറ്റവള്. ഓ എന്റെ ദൈവമേ, എന്റെ ഫസ്റ്റ് കേസ് കൊണ്ടുപോയത് ഒരു അലവലാതി ആഭാസനമാണല്ലോ നോക്കുമ്പോഴാ
തന്നെ കാരട പിടിച്ച് പ്രൊഫസറാക്കി. ഇറങ്ങിപ്പോടി എന്റെ റൂമിൽ നിന്ന്. അല്ലേലും ഞാൻ തന്റെ റൂമിൽ നിന്ന് പോവാൻ പോവാ. തന്നെയൊക്കെ വിശ്വസിച്ച് എങ്ങനെ നിൽക്കും ഇവിടെ? അവൾ എന്നെ പറ്റി എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? ഏത് സമയത്താണോ എന്റെ ദൈവമേ എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയത്? എന്റെ ദൈവമേ, അതല്ലല്ലോ അതിനെക്കാട്ടിലും പ്രശ്നം. ഏട്ടൻ എന്തായിരിക്കും കരുതിയിട്ടുണ്ടാവുക? അയ്യോ, എനിക്ക് വയ്യ. ഓ, ഏത് സമയത്താണോ എന്തോ ആ കാലമാടൻ്റെ റൂമിലേക്ക് ചെന്ന് കയറാൻ തോന്നിയത്. അയാൾ കൊണ്ടുപോയത് എൻ്റെ ഫസ്റ്റ് കിസ്സാ. ആ, എന്നെയും പറയണം. അയാൾ എന്നെ കിസ് അടിച്ചപ്പോൾ ഞാൻ എന്താ അങ്ങേരെ എതിർക്കാൻ നിൽക്കാഞ്ഞേ? ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അയാൾ ഉണർന്നേനെ. അല്ലെങ്കിലും ഞാനല്ലല്ലോ തെറ്റിയത്, അയാളല്ലേ. ഷോ, ഏട്ടൻ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? മിക്കവാറും ഇതിൻ്റെ പേരിൽ ഏട്ടൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്രോസ് അവസ്ഥാനം ഉറപ്പാ. ആരാ ഈ സമയത്ത് ഡോറ് തട്ടുന്നത്? അയ്യോ, ഏട്ടനായിരുന്നു. എന്താ എന്താ ഏതാ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്കെന്താ നിന്റെ റൂമിൽ വരാൻ പാടില്ലേ? പിന്നെ എന്താ ഇവിടെ നടക്കുന്നത് ശരിക്കും? നിന്നിൽ നിന്നും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പോൾ ഞാൻ കുറച്ച് മുന്നേ ഈ റൂമിൽ വെച്ച് കണ്ടത്. എന്തേ, ഞാൻ കണ്ടാൽ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എന്റെ പൊന്നേട്ടാ, ഏട്ടൻ കരുതുന്ന പോലെ ഒന്നും തന്നെ ഇല്ല. അത് സത്യം പറഞ്ഞ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചു പോയൊരു കാര്യമാണ്, അല്ലാതെ മറ്റൊന്നുമില്ല. ഓ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണോടാ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നേ? നീ കൂടുതൽ ന്യായമൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ കണ്ടതാണല്ലോ. ഞാനാ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന് കണ്ടത്. ഞാൻ ആകെ ഞെട്ടിപ്പോയി. ഓ, എനിക്ക് മുന്നേ കയറി നീ ഗോൾ അടിക്കുവോ? എന്റെ പൊന്നേട്ടാ, എന്നൊന്ന് വിശ്വസിക്ക്, ഞാൻ പറയുന്നത് സത്യമാണ്. അവൾ എനിക്കിട്ടൊരു പണി തന്നു. അപ്പോ ഞാൻ അറിയാതെ അങ്ങനെ ചെയ്തു പോയതാ, അല്ലാതെ മറ്റൊന്നുമില്ല. അത് മനസ്സിലായി കണ്ടപ്പോഴേ, അറിയാതെ സംഭവിച്ചതാണെന്ന്. ഞാൻ കണ്ടതുകൊണ്ട് കൊള്ളാം. വേറെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിലേ രണ്ടിന്റെ കാര്യത്തിലും ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടായേനെ. ആ, കണ്ണടച്ചുകൊണ്ട് പാല് കുടിക്കുന്ന പൂച്ചയ്ക്ക് അതിൻ്റെ വിചാരം ചുറ്റുമുള്ള ആരും ഒന്നും കാണത്തില്ലെന്ന. പക്ഷെ എല്ലാവരും കാണുന്നുണ്ടെന്ന് അത് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പ്ലിങ്ങിയൊരു മോന്തായം ഉണ്ടല്ലോ, അതാ ഇപ്പം നിനക്കുള്ളത്. എനിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇതേ ഒരു ശീലമാക്കാൻ നിൽക്കണ്ട. ഞാൻ പോവാന്ന. ഏട്ടാ, ഓ പോയി. ഇനി ഇത് മതി. ഇതും പറഞ്ഞ് എന്റെ പുറകെ നടന്ന് കളിയാക്കാൻ. എന്തൊക്കെ കാണണം ഈശ്വരാ നീ. ഓ, എൻ്റെ ദൈവമേ, ഒറ്റ എണ്ണത്തിനും കാണുന്നില്ലല്ലോ എൻ്റെ ഈശ്വര. അല്ലെങ്കിൽ തന്നെ ഇവിടെ വന്ന് കുറ്റി അടിച്ച് നിൽക്കുന്നുണ്ടാവും നേരം വെളുക്കും മുമ്പേ. ഇന്നെന്താ ഇതുങ്ങളൊന്നും വരാഞ്ഞേ? ആ കാണ്ടാമൃഗത്തിൻ്റെ മോന്തായം കാണാനില്ല എന്ന് കരുതിയിട്ടാണ് നേരം വെളുക്കുമ്പോൾ കോളേജിലോട്ട് കെട്ടിയെടുത്തത്. ഇപ്പോഴാണെങ്കിൽ ഒന്നും വന്നിട്ടുമില്ല. കഷ്ടം. സാധാരണ ഇത് പതിവല്ലല്ലോ. അല്ല, അവളെന്തേ ഒറ്റയ്ക്ക് നിന്ന് പിറവിറുക്കുന്നേ? എവിടെ? ആ, നീ? അത് ശരിയാണല്ലോ. പതിവില്ലാത്ത കാര്യങ്ങളൊക്കെ ആണല്ലോ സംഭവിക്കുന്നേ. ഇല്ല, ഇവളെന്തേ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? അതറിയണമെങ്കിലേ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. അവളുടെ അടുത്തോട്ട് പോണം. ഡി അച്ചു, ഇവിടെ. ഗുഡ് മോർണിംഗ്. എന്താ നീ നേരത്തെ എത്തിയേ? സാധാരണ ഇത് പതിവില്ലാത്താണല്ലോ. അതെന്താ, എനിക്ക് കോളേജിൽ നേരത്തെ വരാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? ശരിടാ, മനുഷ്യനൊന്ന് നേരത്തെ വന്നാലും എന്തൊക്കെ ചോദ്യങ്ങളാ, എന്തൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടത്? അവൻ ഒരു ക്യാഷ് ചോദ്യം നിന്നോട് ചോദിച്ചുള്ളൂ. അതിന് നീ എന്തിനാണോ ചാടി കളിക്കാൻ നിൽക്കുന്നേ? നീ രാവിലെ കലിപ്പ് മൂടിലാണല്ലോ മോളെ. എന്താ കാര്യം? ഓ, എൻ്റെ ക്യാറ്റ്, നീ പറഞ്ഞ ശരിയാ. എൻ്റെ രാവിലത്തെ മൂഡ് തീരെ ശരിയല്ല. ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നത്. എടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ? എന്ത് കാര്യം സംഭവിച്ചെന്നാ നീ ഈ പറയുന്നേ? ഒന്ന് ക്ലിയർ ആയിട്ട് പറയും. ഒന്നും മനസ്സിലാകുന്നില്ല ഞങ്ങൾക്ക് ആർക്കും. എന്തോന്ന്? കിസ്സോ? ഓ, എൻ്റെ പൊന്നി പെണ്ണെ, ഒന്ന് പതുക്കെ പറ.
ആരെങ്കിലും കേട്ടാ ഇത് മതി നാണക്കേടാകാൻ. നിനക്ക് ഇതിലും വലുതൊന്നും കിട്ടാനില്ല മോളെ അച്ചു. എന്തോ വലുത് വരാനിരിക്കുന്നു എല്ലാവരും പറയും. പക്ഷെ നിനക്ക് ഇതിലും വലുതായിട്ട് ഇനി ഒരു പണിയും കിട്ടാനില്ല, അതുറപ്പാ. അതെ അതെ, എനിക്കിതിലും വലിയ ഒരു പണിയും ഇനി കിട്ടാനില്ല. നീ പറഞ്ഞത് തന്നെയാണ് ശരി. അയാളിനി എന്തൊക്കെയായിരിക്കും കരുതി വെച്ചേക്കുന്നതെന്ന് ദൈവത്തിനറിയാം. എന്തായാലും അയാളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അയാൾ എനിക്ക് തരുന്നതിൻ്റെ ഇരട്ടി ഞാൻ അയാൾക്ക് കൊടുക്കും. എത്ര അയാളെ ടോർച്ചർ ചെയ്യാൻ പറ്റുമോ ഞാൻ അത്രയും ടോർച്ചർ ചെയ്യും. പക്ഷേ അതൊന്നും അല്ല പ്രശ്നം. ഏട്ടൻ്റെ മുഖത്തിന് എങ്ങനെ നോക്കുമെന്ന് എനിക്കറിയില്ലടി. അതിനെയൊക്കെ പറ്റി നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പോൾ അതും ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണെങ്കിൽ ഇന്ന് ക്ലാസ് കയറക്കാൻ നടക്കില്ല. ഒന്നാമത് മത്തായിയല്ല ക്ലാസ് ട്യൂട്ടറൊന്ന് ഓർമ്മ വേണം. ഇയാളാണെങ്കിൽ നമ്മളെ ഒന്നാമത് കണ്ണെടുത്ത കണ്ടുകൂടാ. പിന്നെ ഈ പ്രശ്നം കൂടെ ആയതുകൊണ്ട് അയാൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് എനിക്കറിയില്ല. ചവിട്ടി പുറത്താക്കുന്നതിന് മുമ്പേ ക്ലാസ്സിൽ കയറാം. ഓ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ആ തിരുമോന്ത കാണണമെന്ന് ഓർക്കുമ്പോഴാ. വാ, ക്ലാസ്സിലോട്ട് പോകാം. ഗുഡ് മോർണിംഗ് ഓൾ. ഓ, കുട്ടി വിശേഷ സംഭവം ഇവിടെ തന്നെ ഉണ്ടോ? അച്ചു ഡി, അയാളിത് നിന്നെ നോക്കുന്നേ. നിനക്കുള്ള എന്തോ ഒരു പണി വരാനുണ്ട്. എവിടെ നിങ്ങളുടെ ക്ലാസ് റൂം? സബാഷ്, അടിപൊളി. ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ നിനക്കുള്ള പണി വരാനിരിക്കുന്നു എന്ന്. സർ, ഞാനിവിടെ ഉണ്ട്. ഓ, താനോട് ഉണ്ടായിരുന്നു. തന്നോടല്ലേ ഇന്നലെ ഞാൻ പറഞ്ഞത് എല്ലാ സ്റ്റുഡൻസിനെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് എന്റെ ടേബിളിൽ കൊണ്ടെത്തിക്കണമെന്ന്. എന്നിട്ട് താൻ ഇതുവരെ ചെയ്തില്ലല്ലോ. ഐ എം സോറി സർ. അത് പിന്നെ സം പേഴ്സണൽ ഇഷ്യൂസ് കാരണം എനിക്ക് ഇന്നലെ സാറ് പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റിയില്ല. ഐ എം സോറി സർ. അതെന്ത് പേഴ്സണൽ ഇഷ്യൂ? ഓ, ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നുണ്ടില്ലേ. അത് പിന്നെ സർ, എനിക്കത് എല്ലാവരുടെയും മുന്നിൽ വെച്ചും പറയാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ശരി, താനെന്നാ എന്നോട് മാത്രം പറയത് എന്താന്ന്. ഓക്കെ സർ. അത് പിന്നെ ഇന്നലെ രാത്രി ഒരു മരപ്പട്ടി എന്നെ കയറി ഉമ്മിച്ചായിരുന്നു. ആ ഒരു വിഷമത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല സർ. ഐ എം റിയലി സോറി. അതെ, കൂടുതൽ അങ്ങോട്ട് തിളക്കാൻ നിൽക്കണ്ട. ഇന്നലെ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല. പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും ഒക്കെ ചേർത്ത് ഞാൻ തരുന്നുണ്ട് നിങ്ങൾക്ക് വൈകാതെ. പിന്നെ താൻ പറയുന്നതൊന്നും ചെയ്യാൻ എനിക്ക് സൗകര്യമില്ല. എനിക്ക് സൗകര്യപ്പെടുത്താനേ നന്നായിട്ട് അറിയാം. ഇന്നലെ നൈറ്റ് കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ, അതിന്റെ ആ ഒരു എരിവ് ഇതുവരെ എനിക്ക് പോയിട്ടില്ല. വേണേ ഒരിക്കൽ കൂടെ നമുക്ക് ട്രൈ ചെയ്യാം. വാട്ട്? നോ 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 അർച്ചന, ഇത് ക്ലാസ് ആണ്, ഒച്ച വയ്ക്കരുത്. അതൊക്കെ നമുക്കൊന്ന് വീട്ടിൽ ചെന്നിട്ട്. ഇപ്പോ ഞാൻ പറയുന്നത് അനുസരിക്കുന്നതല്ലേ നല്ലത്. തന്നെ ഞാൻ തനിക്കുള്ളത് ഞാൻ വച്ചിട്ടുണ്ടോ? എനിക്ക് വെച്ചിട്ടുള്ളതൊക്കെ എനിക്ക് തന്നെ തരണേ അർച്ചന. അതിനെന്താ, തനിക്കുള്ളത് ഞാൻ ഇപ്പൊ തന്നെ കയ്യോടെ തന്നേക്കാം.